വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത് സോളാറുമായി ബന്ധപ്പെട്ട 5 ടൈപ്പ് ബിസിനസ് അവസരത്തെക്കുറിച്ചാണ്. ഒരുപക്ഷെ നിങ്ങളൊരു ചെറിയ ബിസിനസ് ചെയ്യണം എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ 5 കാറ്റഗറിയിൽ ഏതെങ്കിലും ഒരു അവസരം ഒരുപക്ഷെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ടും കാണുക. കൂടാതെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇത്തരത്തിലുള്ള ഒരുപാട് അവസരങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസരങ്ങൾ ഉടനടി നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്താണ് അവസരം, അതിനെക്കുറിച്ചാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു സോളാർ ബിസിനസ്സാണ്, സോളാർ ബേസ്ഡുള്ള ഒരു അവസരമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. എന്നാൽ സോളാർ ബിസിനസ്സിന് ഇന്ത്യയിൽ വലിയ സാധ്യതകളുണ്ട്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം ഇന്ന് ഒട്ടുമിക്ക വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ ഇന്ന് സോളാർ വന്നുകൊണ്ടിരിക്കുകയാണ്. പാനലുകൾ സ്ഥാപിക്കുന്നു, സോളാർ ലൈറ്റുകൾ, അങ്ങനെ വലിയൊരു വിപണിയാണ് സോളാർ എന്ന് പറയുന്നത്. സോളാറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറയാം. 2030 ഇന്ത്യയിൽ 2030 സൗരോർജ്ജം ഉൽപ്പാദിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. 2030 കേട്ടോ, 2025 അതിനാൽ ഈ മേഖലയിൽ വലിയ രീതിയിൽ സാധ്യതകളുണ്ട് എന്നുള്ളതാണ്, വലിയ രീതിയിൽ സാധ്യതകളുണ്ട്. അപ്പോൾ ഞാനിവിടെ ഷെയർ ചെയ്യാൻ പോകുന്ന അവസരങ്ങളെന്ന് പറയുന്നത് 5 മോഡൽ ടൈപ്പ് ഓഫ് ബിസിനസ്സാണ്, അവസരമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ പൂർണ്ണമായിട്ടൊന്ന് കേൾക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലൊരു ടേണിംഗ് പോയിൻ്റ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ന് പറയുന്നത് സോളാർ പാനൽ നിർമ്മാണമാണ്. ചെറിയ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു സ്മോൾ ബിസിനസ്. എന്നാൽ ഇത് വലിയ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് സ്വന്തമായിട്ട് സോളാർ പാനൽ നിർമ്മാണ യൂണിറ്റ് സ്ഥാപിക്കാം എന്നുള്ളതാണ്. ഈ സ്വന്തമായിട്ട് ഒരു യൂണിറ്റ് സ്ഥാപിച്ച് അതിലൂടെ കൂടുതൽ പ്രൊഡക്ടിവിറ്റി കൂട്ടി വലിയ രീതിയിൽ ഒരു ബിസിനസ്സാക്കി ആദ്യം സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെ നിങ്ങൾക്ക് വലിയ രീതിയിൽ നിങ്ങൾക്ക് ഈ ഒരു ബിസിനസ് മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കും. ഓക്കെ, രണ്ടാമത്തേതെന്ന് പറയുന്നത് സോളാർ പാനൽ സ്ഥാപിക്കലാണ്. അപ്പോൾ സോളാർ പാനൽ സ്ഥാപിക്കുക എന്ന് പറയുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ സോളാർ പാനലുകൾ സ്ഥാപിക്കുന്നതിനുള്ള സേവനങ്ങൾ നിങ്ങൾ കൊടുക്കുക. അത് നല്ലൊരു കാര്യമാണ്. കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള സർവീസിലൂടെ നിങ്ങൾക്ക് ചെറിയൊരു ഓഫീസ് മതി. ചെറിയൊരു ഓഫീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ മൂന്നാമത്തെ ഒരു മോഡൽ ബിസിനസ് എന്ന് പറയുന്നത് സോളാർ ഉൽപ്പന്നങ്ങളുടെ വിതരണമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു ഇന്ത്യയിൽ 2030 വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് ഈ സോളാർ മേഖലയിൽ വരാൻ പോകുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒരുപാട് പ്രൊഡക്റ്റുകൾ, സോളാറുമായി ബന്ധപ്പെട്ട ഒരുപാട് പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഇതിനൊക്കെ നേട്ടം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കറണ്ട് ബില്ല് കുറയ്ക്കാം, മാത്രം ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട്. നമ്മൾ സാധാരണ ഇലക്ട്രിസിറ്റി നമ്മൾ കറണ്ട് ഉപയോഗിക്കുന്നതിനേക്കാളും എത്രയോ നമുക്ക് ലാഭിക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ മൂന്നാമത്തെ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു സോളാർ ഉൽപ്പന്നങ്ങളുടെ വിതരണം. സോളാർ പാനലുകൾ, ഇൻവെർട്ടറുകൾ, ബാറ്ററികൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോളാറിൻ്റെ പ്രൊഡക്റ്റ് എല്ലാം ലാമ്പുകൾ എല്ലാം പെടും. എല്ലാ പ്രൊഡക്റ്റുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലൂടെ ഉൽപ്പന്നങ്ങളെ വിതരണം ചെയ്യുന്ന ഒരു ചെറിയൊരു സ്ഥാപനം ഇടുകയാണെന്നുണ്ടെങ്കിൽ ഈ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റുകളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്നാൽ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മുടെ അടുത്ത് ഒരുപാട് പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. നിങ്ങളൊരു റീറ്റെയിലായിട്ടൊരു ഷോപ്പ് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, ചെറിയൊരു ബിസിനസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ അടുത്ത് ആവശ്യത്തിനേറെ നമുക്ക് പ്രൊഡക്റ്റുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ്. ഹോൾസെയിലായിക്കൊണ്ട് ഒത്തിരി പ്രൊഡക്റ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതോ സോളാർ ഉൽപ്പന്നങ്ങളുടെ വിതരണം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതിന് വേണ്ട എല്ലാ ഹെൽപ്പും സപ്പോർട്ടും നമ്മൾ ചെയ്തു തരുന്നതാണ്. ഓക്കെ, അടുത്ത നാലാമത്തെ മോഡൽ എന്ന് പറഞ്ഞാൽ നാലാമത്തെ ഒരു മോഡൽ ബിസിനസ് എന്ന് പറയുന്നത് സോളാർ സേവന കേന്ദ്രം. ഇപ്പോൾ അക്ഷയ കേന്ദ്രം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ സോളാർ സേവന കേന്ദ്രം എന്താണെന്നുള്ളൊരു ഇതുണ്ടാവും. സോളാർ സേവന കേന്ദ്രം എന്ന് പറയുമ്പോൾ സോളാർ പാനലുകളുടെ അറ്റകുറ്റപ്പണികൾ, പരിപാലനം തുടങ്ങിയ സേവനങ്ങൾ നൽകുന്ന ഒരു പരിപാടിയാണ്. അതാണ് സോളാർ സേവന കേന്ദ്രം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിനൊന്നും വലിയ ബഡ്ജറ്റ് വേണ്ട.
അറ്റകുറ്റപ്പണി എന്ന് പറയുമ്പോൾ പണ്ടെന്നല്ല ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം, ഈ ലാപ്ടോപ്പിൻ്റെ ടെക്നീഷ്യൻ ഇപ്പോൾ അതുപോലെ മൊബൈൽ റിപ്പയറിംഗ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ സോളാർ ഇപ്പോൾ ഒരുപാട് സോളാറിൻ്റെ ഐറ്റംസ് പ്രൊഡക്റ്റുകൾ ഒരുപാട് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ മേഖലയിലേക്ക് എന്തില്ല, നമുക്ക് ഇതിനുള്ള ടെക്നീഷ്യൻസ്മാർ ഇവിടെ ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് പരിഹരിച്ചുകൊണ്ട് അത് മുതലെടുത്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു ബിസിനസ്സാക്കി മാറ്റാം. സോളാർ സേവന കേന്ദ്രം സ്റ്റാർട്ട് ചെയ്ത് നല്ല രീതിയിൽ ഒരു ഏർണിങ്സ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഒരു മെച്ചപ്പെട്ട രീതിയിൽ എന്താ പറയുക, ഒരു കുറച്ചും കൂടി ഒരു സ്റ്റാൻഡേർഡായിട്ട് ഒരു ബിസിനസ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സ്റ്റാൻഡേർഡിന് എല്ലാം സ്റ്റാൻഡേർഡ് ബിസിനസ് തന്നെയാണ്, അതിന് സ്റ്റാൻഡേർഡൊന്നും ഒരു കുറവില്ല. പക്ക ക്വാളിറ്റി ടൈപ്പ് ഓഫ് ബിസിനസ്സാണ് ഞാനിവിടെ ഷെയർ ചെയ്തത്. പിന്നെ ലാസ്റ്റ് പോയിൻ്റാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. ലാസ്റ്റ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ സോളാർ കൺസൾട്ടൻസിയാണ്. നമുക്ക് ജോബ് കൺസൾട്ടൻസി, എഡ്യൂക്കേഷൻ കൺസൾട്ടൻസി എന്നൊക്കെ നമുക്കറിയാം. പക്ഷേ സോളാർ കൺസൾട്ടൻസി ഒരു പക്ഷേ നിങ്ങൾ ആദ്യമായിട്ടായിരിക്കും ഒരു പക്ഷേ കേൾക്കുന്നത്. ഈ സോളാർ കൺസൾട്ടൻസി കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് സോളാർ പദ്ധതികൾ ആസൂത്രണം ചെയ്യാനും നടപ്പിലാക്കാനും ഉപഭോക്താക്കളെ സഹായിക്കുന്നതിനുള്ള ഒരു സ്ഥാപനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു സ്ഥാപനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരു ബിസിനസ്സാക്കി മാറ്റി നല്ല രീതിയിലൊരു വോളിയം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ സോളാർ കൺസൾട്ടൻസി ചെയ്യുമ്പോൾ പിന്നെ എക്സ്പെൻസ് ഇല്ല, പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യേണ്ടതാണ്. ഡിസ്പ്ലേ കുറച്ച് ഐറ്റംസ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ പുതിയ ആശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യുക, ആളുകൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ബിസിനസ് ആക്കിയിട്ട് എന്ത് ചെയ്യുക, ഒരു കൺസൾട്ടൻസി ലെവലിൽ എന്ത് ചെയ്യുക, കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു വരുമാന മാർഗ്ഗമാണ്. എന്നാൽ ഞാൻ നിങ്ങളോട് ലാസ്റ്റായിട്ട് ഒരു കാര്യം പറയാം. ഇപ്പോൾ ഞാൻ 5 കാര്യങ്ങൾ ഞാനിവിടെ ഷെയർ ചെയ്തു. ഈ 5 കാര്യങ്ങളും നിങ്ങൾക്ക് ഒറ്റയ്ക്ക് തന്നെ ചെയ്യാം, സെപ്പറേറ്റ് സ്ഥാപനം ഇടേണ്ട ആവശ്യമില്ല. എല്ലാം നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഓഫീസ് ഉണ്ടെങ്കിൽ, ഒരു 100 സ്ക്വയർ ഫീറ്റ് ഓഫീസ് ഉണ്ടെങ്കിൽ, 100 സ്ക്വയർ ഫീറ്റ് ഓഫീസ് എടുക്കാൻ എന്ത് ചിലവ് വരും? ഒരു എറണാകുളം ഭാഗത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു സിറ്റിയിലൊക്കെ ഓഫീസുകൾ, സിറ്റിയിൽ എറണാകുളം ബേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ എറണാകുളം, അതുപോലെ തന്നെ പിന്നെ കാലിക്കറ്റ് ഒക്കെയാണ് നമുക്ക് പേരെടുത്തൊരു സ്ഥലം എന്ന് പറയുന്നത്. പക്ഷേ കുറച്ചും കൂടി ബെറ്റർ മെട്രോ സിറ്റി എന്ന് പറയുമ്പോൾ എറണാകുളം നമുക്ക് നോക്കാം. ഈ എറണാകുളത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു അഡ്വാൻസ് പേയ്മെൻറ്റ് 2 മാസം വാടക കൊടുത്താലും ഓഫീസ് കിട്ടും. പിന്നെ മാത്രമല്ല നമുക്ക് എവിടെ വേണമെങ്കിലും ഇപ്പോൾ വെർച്വൽ ഓഫീസുകൾ സ്റ്റാർട്ട് ചെയ്യാനും പറ്റും. അതിനൊക്കെ ഓപ്ഷൻസ് ഒരുപാടുണ്ട്. നമുക്ക് ഓൺലൈനിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ബഡ്ജറ്റിൽ 12,000 13,000 കൊടുത്താൽ നമുക്ക് വെർച്വൽ ഓഫീസ് സ്പേസ് കിട്ടും. അഡ്രസ്സ്, നമുക്ക് ഒരു ബിസിനസ് അഡ്രസ്സ്, GST കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. ഞാൻ പറയുന്നത് വെച്ചാൽ ചെറിയൊരു ഓഫീസ് നിങ്ങളിടാൻ തയ്യാറാകും, അതാണ് കുറച്ചുകൂടി ബെറ്റർ. ഒരു 100 സ്ക്വയർ ഫീറ്റിൻ്റെ ഓഫീസ് ഇടാൻ ആകെ വരുന്ന ചിലവ് എത്ര? അഡ്വാൻസ് എമൗണ്ട് ഒരു പക്ഷേ ഒരു 5,000-6,000 രൂപ വാടക വരുന്ന ചെറിയ റൂം മതി. ഓക്കെ, അതിൽ 2 മാസത്തെ വാടക എന്ന് പറയുമ്പോൾ 10,000 രൂപ എക്സ്പെൻസ് വരും. പിന്നെ അതിൻ്റെ ഡെക്കറേഷന് കാര്യങ്ങളെല്ലാം വരുമ്പോൾ ഒരു 20-25 രൂപ. ചെറിയൊരു ഫാബ്രിക്കേഷൻ ഗ്ലാസ് ഇനിയിപ്പോൾ ഓഫീസിൻ്റെ സെറ്റ് ചെയ്ത തന്നെ കിട്ടും. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വളരെ ഒരു 10-30,000 രൂപ ബഡ്ജറ്റിൽ എനിക്കൊരു ഓഫീസാവും. ഓഫീസായി കഴിഞ്ഞാൽ എന്താ വേണ്ടത്? അതിലൊരു ടേബിളും 2 ടേബിളും ഒരു 4 ചെയറും, ആരെങ്കിലും വന്ന് ഇരിക്കാനുള്ള ഒരു ചെയറും, പിന്നെ ഒരു സിസ്റ്റം, കമ്പ്യൂട്ടർ, ഇത്രയും കാര്യങ്ങൾ മതി. പിന്നെ ആശയം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ്, ഫോണ് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളുണ്ടെങ്കിൽ ഓഫീസായി. ഇങ്ങനെ ഒരു ഓഫീസ് ഇടാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 5 മോഡൽ ബിസിനസ്സുകളും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ഓഫീസിൽ ഇരുന്നുകൊണ്ട് ചെയ്യാം. അത് കേരളത്തിൽ മാത്രമല്ല, ഓൾ ഇന്ത്യ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബിസിനസ് ചെയ്യാം. എന്നാൽ കേരളത്തിൽ മാത്രം നിങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ ചെയ്താലും നിങ്ങൾക്ക് അത്യാവശ്യത്തിലേറെ നിങ്ങൾക്ക് നല്ല ബിസിനസ് വോളിയം കിട്ടും, നല്ല രീതിയിൽ ഇൻകം ജനറേറ്റ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്, നല്ലൊരു ബിസിനസ് അവസരമാണ്. അപ്പോൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.